എല്ലാവർക്കും നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം പറയപ്പെടുന്ന ഒരു ദോഷഫലമാണ് കരിങ്കണ്ണ് അല്ലെങ്കിൽ കരിനാക്ക് എന്നിവ. ഇങ്ങനെയുള്ള കുറച്ച് നാളുകാരെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ പല നാളുകൾക്കും പല പ്രത്യേകതകളാണുള്ളത്. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ കരിങ്കണ്ണാണ്, കരിനാക്കാണ് എന്നുള്ള പ്രയോഗങ്ങൾ. ഇവരുടെ വാക്കുകൾ നമുക്ക് ഏറ്റാൽ ദോഷം സംഭവിക്കും എന്നാണ് വിശ്വാസം. ചില വ്യക്തികൾ നമ്മളെ നോക്കിയാൽ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്പോൾ തന്നെ ദോഷമായി ഭവിക്കുക തന്നെ ചെയ്യും. ഇവരുടെ കണ്ണിനും നാവിനും ഈ ദോഷഫലം എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ജാതകവശാൽ 2ാം ഭാവത്തിൽ ഗുളികൻ വരുന്നത് മൂലമാണ് ഇങ്ങനെയൊരു ദോഷഫലം ആ നാളുകാർക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ഗുളികൻ 2ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ കരിങ്കണ്ണും കരിനാക്കും ഉള്ളവർ എന്ന രീതിയിൽ പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരു ദോഷ സ്വഭാവം ഈ പറയുന്ന 5 നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യത ഏറെയാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കണം, ഈ നക്ഷത്രത്തിൽ ജനിച്ചു പോയി എന്ന് കരുതി ഇവർക്ക് കരിങ്കണ്ണും കരിനാക്കും വരാൻ സാധ്യതയില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജാതകവശാൽ 2ാം ഭാവത്തിൽ ഗുളികൻ നിന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു ദോഷഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യത്തേത് അവിട്ട നക്ഷത്രമാണ്. ഇവർ പൊതുവെ ഒരു കാര്യം കണ്ടാൽ പുറമേ പറയില്ല. ഇവരൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പുറമേ അത് നല്ലതാണ് എന്ന് മറ്റുള്ളവർ കേൾക്ക പറയാറില്ല. പക്ഷെ ഇവരുടെ മനസ്സിൽ ഇത് ചിന്തിക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതോടെ അവർ ആരെക്കുറിച്ച് പറയുന്നുവോ അവർക്ക് ദോഷം സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഇവർ നാവെടുത്ത് വളയ്ക്കുന്നത് അച്ചട്ടായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇവർ ഒരാളെ നോക്കി സ്വയം പറഞ്ഞാൽ പോലും പറയുന്നവർക്ക് ദോഷം വരും. ഒരു ഉദാഹരണം പറയാം. ഇവർ ഒരാളെ നോക്കിയിട്ട് പറയുകയാണ്, അയാൾ വലിയ ആളായിപ്പോയി. സമ്പത്തുള്ള ഒരാളെ നോക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം തീരുമാനമാവുക തന്നെ ചെയ്യും. 3ാമത്തെ നക്ഷത്രം ആയില്യം. ഉറച്ച ദൃഷ്ടിയാണ് ആയില്യം നക്ഷത്രക്കാരുടേത്. ഇതിനെ സർപ്പദൃഷ്ടി എന്നും പറയാറുണ്ട്. ഇവരുടെ കണ്ണിനാണ് ശക്തി അഥവാ കരിങ്കണ്ണെന്ന് പറയാം. അതേസമയം തന്നെ ഇത് ഗുണവും ചിലപ്പോൾ ദോഷവും ആയി വരാം. അതായത് അവർ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നല്ലത് നടക്കും, മോശം പറഞ്ഞാൽ മോശഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഇവർ നമ്മളെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വീട്ടിൽ ഉണ്ടായിരുന്ന മനസ്സമാധാനം പോയി കിട്ടും. പിന്നെ ഇവർ അസൂയയോടെ പറഞ്ഞാൽ ആണ് ഈ ഫലം നമുക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. അവസാന നക്ഷത്രം അത്തം. ഒരാളുടെ വളർച്ച കണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ മറുവശത്തുള്ളവരുടെ വളർച്ച മുരടിച്ച് തകർച്ചയിലേക്ക് എത്തുകയും ചെയ്യും അവർ. അപ്പോൾ ഇതൊക്കെയാണ് കരിങ്കണ്ണും കരിനാക്കുമുള്ള നക്ഷത്രക്കാർ. ഇവരോട് ഇടപഴകുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. പിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇവരുടെ കുറ്റമല്ല. ഈ നാളിൽ ജാതകവശാൽ 2ാം ഭാവത്തിൽ ഗുളികൻ വന്നു കഴിഞ്ഞാൽ ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദോഷഫലമാണ്. അതിനാൽ ഇവരെ മാറ്റി നിർത്തേണ്ടതായിട്ടില്ല. ഇടപഴകുമ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.